ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനിലേക്ക് ഒക്ടോബർ 16-17 തീയതികളിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സന്ദർശനം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായി തുടരുന്നതിനാലാണ് പ്രധാനമന്ത്രിക്ക് പകരം വിദേശകാര്യമന്ത്രി പങ്കെടുക്കുന്നത്. സുബി വിശ്വനാഥൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുബി, ഈ സന്ദർശനത്തിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സംഘടനയിൽ ബന്ധിപ്പിക്കപ്പെടുന്ന ഒരു ഉച്ചകോടിയാണ് ഷാങ്ഹായ് ഉച്ചകോടി. പതിവായി അംഗരാഷ്ട്രങ്ങളെല്ലാം തന്നെ രാഷ്ട്രത്തലവന്മാരെയാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ അയക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത് പാകിസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഇത്തവണ അതിൽ പങ്കെടുക്കുന്നില്ല. പകരം വിദേശകാര്യമന്ത്രിയാണ് പങ്കെടുക്കുന്നത്. 16-17 ദിവസങ്ങളിലാണ് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുക. അന്നേ ദിവസം ഇവിടെ നിന്ന് ജയശങ്കർ, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മാത്രമാണ് പങ്കെടുക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതേപോലെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പാക് വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തിയിരുന്നു. ബിലാവൽ ഭൂട്ടോയാണ് കഴിഞ്ഞ തവണ ഇന്ത്യയിൽ എത്തുകയും പങ്കെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഷാങ്ഹായ് ഉച്ചകോടി എന്ന് പറയുന്നത് കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്. അതിൽ ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം സഹകരണത്തിലുള്ള അപൂർവം ചില ഉച്ചകോടികളിൽ ചിലതാണ് ഇത്. ഉഭയകക്ഷി പ്രശ്നങ്ങൾ ഈ ഉച്ചകോടിയിൽ പറയാൻ പാടില്ല എന്നൊരു നിബന്ധനയുള്ളതുകൊണ്ടാണ് ഇരു രാഷ്ട്രങ്ങളും ഈ ഉച്ചകോടിയിൽ തുടരുന്നത്. രേണുക.